ബാലരാമപുരത്തെ വയോധികന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് സ്ലാബ് ഉടൻ പൊളിക്കും അല്ലേ? തടയാൻ ശ്രമിച്ചാൽ കുടുംബത്തെ കരുതൽ തടങ്കലിൽ വെക്കാനും ഉദ്യോഗസ്ഥർക്കിടയിൽ ധാരണയുണ്ട്. സ്ഥലത്ത് കനത്ത പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആരാണ് ചേരുന്നതെങ്കിൽ റഹീസ് റഷീദാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. ബാലരാമപുരത്തെ വാർത്തയിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലെ? ഇന്ന് പൊളിക്കും. പിന്നെ ഈ കരുതൽ തടങ്കലിൽ വെക്കുക കുടുംബത്തെ ആയിരിക്കും അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ. പക്ഷേ അവർക്ക് പിന്തുണയുമായി എത്തിയ സംഘടനകളുണ്ട്, ചില നാട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും പോലീസ് ഡീൽ ചെയ്യുക? ഒരു നാടക അന്തരീക്ഷം ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സ്ലാബ് ഇന്ന് പൊളിക്കും എന്ന കാര്യം വ്യക്തമാണ്. ഇതിനകം തന്നെ പോലീസ് അവരുടെ വിന്യാസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും സ്ലാബ് പൊളിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രാവിലെ തന്നെ ഏതാണ്ട് 9 മണിക്ക് മുമ്പായി തന്നെ സ്ലാബ് പൊളിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്തേക്ക് പുറത്തുനിന്ന് ആളുകൾ എത്താതിരിക്കാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ കൂടിയാണ്. അതായത് ഫോറൻസിക് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. റോഡിന് കുറുകെ പോലീസ് വാഹനം നിർത്തി മറ്റു വാഹനങ്ങളൊന്നും ഈ പ്രദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികൾ, അതായത് ഇതൊരു മെയിൻ റോഡിൽ നിന്ന് ഒരു ഇടുങ്ങിയ റോഡിലേക്ക് കയറുമ്പോഴാണ് ഈ വീട് എത്തിയിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് മറ്റു വാഹനങ്ങളൊന്നും കടക്കില്ല. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിനുകളിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം മാധ്യമപ്രവർത്തകർക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 200 മീറ്റർ അകലെ മാധ്യമപ്രവർത്തകർ നിൽക്കണം എന്നതാണ് പോലീസ് നമുക്ക് കുറച്ച് മുമ്പ് തന്നിരിക്കുന്ന നിർദ്ദേശം. ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്താണ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുന്നത് മൃതദേഹം ഈ സ്ലാബിൽ നിന്ന് പൊളിച്ചതിന് ശേഷം ഡെസ്കും ബെഞ്ചും ഇട്ട് ഇവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ നിന്ന് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ ആദ്യ സംഘം ഇതിനകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിരമായി ഇതിൽ ഗോപൻ സ്വാമിയെ അടക്കം ചെയ്തതിന് ശേഷം അവർ മാലയിടുന്നുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്. മറ്റ് വെളുപ്പിനും മറ്റും ഇവിടെ വെളുപ്പിനും മറ്റും അവിടെ ശംഖും മറ്റും അവരുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ശംഖും മറ്റും ഊതുന്നുണ്ടായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതാണ് പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികൾക്കും വേണ്ടി കൊണ്ടുവന്ന ടേബിളുകളും മറ്റു വീപ്പയിൽ ഇവിടെ വെള്ളം നിറയ്ക്കുന്നതും കാണാം. അതായത് എല്ലാ ഒരുക്കങ്ങളും പോലീസിൻ്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇനി ഉന്നത ഉദ്യോഗസ്ഥരെത്തണം, സബ് കളക്ടർ എത്തണം, ഫോറൻസിക്കിൻ്റെ സർജന്മാരെത്തണം. 2 സർജന്മാരായിരിക്കും ഈ ചടങ്ങുകൾക്ക് അവർ നേതൃത്വം നൽകുക എന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് ഗോപൻ സ്വാമിയുടെ വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ പോലീസുമായി സഹകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം പോലീസുമായി സഹകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മരുമകളും ഇന്നലെ ആശുപത്രിയിലായിരുന്നു. രാത്രി വൈകി എത്തും എന്നാണ് നമ്മൾ രാത്രി വൈകി വിളിച്ചപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഫോറൻസിക്കിൻ്റെ ആദ്യ സംഘമാണ്. ആദ്യ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കളർ ഡ്രസ് ഇട്ട 2 ഉദ്യോഗസ്ഥർ ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥരാണ്. മറ്റ് പോലീസാണ്. ഈ പോലീസ് ഇതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ സറൗണ്ടിങ് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകം തന്നെ അവരുടെ വിന്യാസം പല രീതിയിൽ കഴിഞ്ഞിട്ടും ഉണ്ട്. വെങ്കി, ഓക്കെ, എന്തായാലും നമ്മൾ ഇത് പൊളിക്കുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഒരു സാഹചര്യം എന്നത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് അല്ലേ റഹീസ്? ഈ നിലവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അതിന് 2 ഉണ്ട് കാരണം. ഒന്ന്, ഹൈന്ദവ സംഘടനകളടക്കം അവരാദ്യം എടുത്തിരുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. നിയമപരമായ നടപടികൾ അതേപടി തന്നെ നടക്കട്ടെ എന്ന നിലപാടിൽ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഗേറ്റിൻ്റെ വെളിയിൽ, ഗേറ്റിൻ്റെ അകത്ത് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ
ഇങ്ങോട്ടേക്ക് ആർക്കും എത്താൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതിന് ഏതാണ്ട് 1/2 കിലോമീറ്റർ മുമ്പ് തന്നെ പൊതുജനങ്ങളെ പോലീസ് ഈ പ്രദേശത്തേക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, അതിലേക്ക് വരുന്നതല്ലാത്ത ആളുകളെ തടയാനാണ് സാധ്യത. ഒരു 500-600 മീറ്റർ മുമ്പ് തന്നെ വാഹനങ്ങൾ, ഒഫീഷ്യൽസിൻ്റെ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും കടത്തി വിടാതിരിക്കാനുള്ള നടപടി. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ വാഹനം ആദ്യം കണ്ടത് ഒരു റോഡിന് കുറുകെ ഒരു പോലീസിൻ്റെ വാഹനം കിടക്കുന്നതാണ്. അവരോട് സംസാരിച്ചപ്പോൾ ഒഫീഷ്യൽസ് അല്ലാതെ മറ്റൊരു വാഹനവും കടത്തിവിടേണ്ട എന്ന നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷേധിക്കണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രദേശത്ത് തന്നെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായി ഈ പൊളിക്കൽ നടപടി നടക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് പോലീസിനെ സംബന്ധിച്ച്, ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉള്ളതുപോലെയല്ല അവരുടെ മുമ്പിലുള്ള സിറ്റുവേഷൻ. കാരണം അവർക്കും ഭയങ്കരമായ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി അനുമതി നൽകി എന്നതുകൊണ്ട് തന്നെ ഇനി കോടതിയുടെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ കോടതി പറഞ്ഞതനുസരിച്ച് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉദ്യോഗസ്ഥർക്കുണ്ടാവും. കഴിഞ്ഞ ദിവസം അതല്ല, അവർ നടപടികളിലേക്ക് പോയി കഴിഞ്ഞ് ആരെങ്കിലും ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സ്ലാബ് പൊളിച്ചതെന്ന് പറഞ്ഞ് മക്കളോ മരുമക്കളോ മറ്റ് സംഘടനകളോ ഒക്കെ കോടതിയെ സമീപിച്ചാൽ അതിനുത്തരം പറയേണ്ടി വരില്ലേ? കാരണം അവർ അന്ന് നടപടിക്രമങ്ങൾ നോട്ടീസ് പോലും നൽകിയിരുന്നില്ല എന്നൊരു ആശങ്ക കൂടി അവർക്കുള്ളത് കൊണ്ടാണ് അന്ന് പൊളിക്കൽ നടപടിയിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവരുടെ അടുത്ത് കാര്യങ്ങൾ. റഹീസ് റഷീദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് സുരക്ഷ ശക്തമാണെങ്കിൽ നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ് റോഷിനി. അതിലൊരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായി, അവിചാരിതമായി പല രീതിയിൽ ഈ സംഭവം ദുർവ്യാഖ്യാനിക്കപ്പെട്ടു. അതിലൊക്കെ സങ്കടമുണ്ടെങ്കിലും അവസാനം ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ആ വിവാദ സ്ലാബ് പൊളിക്കണമെന്ന്.